മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 11-ാം തീയതിയാണ്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. നിഫ്റ്റിയിൽ 22,319 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ അപ്സൈഡ് ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 22,479 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 2 ദിവസമായിട്ട് ലൈവ് ട്രേഡ് ഇല്ലായിരുന്നു. കാരണം ട്രേഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ലൈവ് ടൈം ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ ഒരു ദിവസം ലോസും ഒരു ദിവസം പ്രോഫിറ്റും ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് മന്ത്ലി നോക്കുന്ന സമയത്ത് കാണാം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ലെവൽസ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ 47,924 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഈ മാർക്കറ്റ് പ്രീ ഓപ്പൺ ചെയ്യണമെന്ന് അതിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് മിക്കവാറും അപ്പ് സൈഡിലേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ. അതുപോലെ 48,607 അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ. അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ താഴേക്ക് നോക്കും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:29 ആയിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ 47,924 താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം. നമുക്ക് ഇതുവരെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നമ്മുടെ 47,700 കോൾ ഓപ്ഷൻ, 47,800 കോൾ ഓപ്ഷൻ. അതിപ്പം 659, 660 റേഞ്ചിലാണ് പ്രീമിയം ഉള്ളത്. കുറച്ചും കൂടി ഒന്ന് താഴെ വരുമ്പോഴായിരിക്കും നമ്മുടെ എൻട്രി മിക്കവാറും കിട്ടുക. താഴേക്ക് വന്നാലേ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. 620 സംതിങ് ഒക്കെ ആയിരിക്കും, 630 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 120 ക്വാണ്ടിറ്റിയാണ് ഞാൻ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് 620 വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 630 കൊടുക്കുന്നത് കേട്ടോ. സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ്. അതെന്താ വെച്ചാൽ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഞാൻ പറയാറുണ്ട്. അത് മാർക്കറ്റ് ഓർഡറിൽ അവിടെ എത്തുമ്പോൾ എൻട്രി എടുത്താലും മതി. ഞാൻ പിന്നെ എന്താ വെച്ചാൽ വലിയൊരു സ്പൈക്കിൽ പ്രീമിയം കിട്ടിപ്പോണ്ടെന്നുള്ള രീതിയിൽ മാത്രമാണ്, അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. ലിമിറ്റിൽ തന്നെ വെച്ചിട്ട് ആ ഒരു ലോവർ പ്രൈസ് വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ട്രേഡ് നമുക്ക് എടുക്കാം അവിടുന്ന്. ഫസ്റ്റ് ഇന്നത്തെ ഡേ ഹൈ ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. ഒരു സ്പൈക്കിലാണ് വന്നത്. 630 നമുക്ക് 630 എത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എത്തിയിട്ട് 630 ജസ്റ്റ് താഴെ പോയിട്ടുള്ളൂ. പ്രീമിയം അധികം ഡൗണിലേക്ക് വന്നിട്ടില്ല അല്ലേ? പ്രീമിയം ഡൗണിലേക്ക് വന്നിട്ടില്ല. പോകുന്ന പ്രതീക്ഷ ഉണ്ട് തോന്നുന്നു. അതുപോലെ ഫ്യൂച്ചറും വല്ലാതെ ഇറങ്ങിയിട്ടില്ല. ഫ്യൂച്ചർ ചാർട്ടും വല്ലാതെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ട്. അതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒന്നുകിൽ ആ ഒരു സ്വിംഗ് ഹൈ ഉണ്ട് ബാങ്ക് നിഫ്റ്റി തൊട്ടടുത്ത്, അത് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും ഒരു അവസരം വരികയാണെങ്കിൽ നോക്കാം. ഏതെങ്കിലും 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയോ അതിങ്ങനെ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ നോക്കാം അവിടെ എത്തിയിട്ട് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി അല്ല, മാർക്കറ്റ് നേരെ താഴേക്ക് വന്നിട്ട് എൻ്റെ SL അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് അവിടെ അവസാനിക്കും. പിന്നെ സെക്കൻഡ് ട്രേഡ് ആയിരിക്കും ചെയ്യുക. നല്ല അവസരം വരികയാണെങ്കിൽ സെക്കൻഡ് ട്രേഡ് ചെയ്യും. നിഫ്റ്റി 22,342 ഉള്ളത്. നിഫ്റ്റിയും എന്താ പറയുക, ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ്. നിഫ്റ്റിയിലും ബാങ്കിലും വന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് സൈഡിലേക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ, അതിനനുസരിച്ച് എൻട്രി എടുക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ടാർഗറ്റോ SL ഒന്നും നമ്മുടെ കയ്യിലല്ല. താഴേക്ക് വരുന്നുണ്ട് നോക്കാറും. SL അടിക്കാനുള്ള ഒരു ഭയങ്കര വീക്കാണ് ക്യാൻഡിൽ വന്നത്. ഇനി ആ ക്യാൻഡിലൊക്കെ താഴേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ചാർട്ട് സ്പോട്ട് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലുണ്ടോ സ്പോട്ട് ചാർട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഫ്യൂച്ചർ അങ്ങനെ അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരു പ്രതീക്ഷ ഉണ്ട് ചെറുതായിട്ട്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, നിഫ്റ്റിയിലും ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിലും നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം കേട്ടോ. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തതാണ് നിഫ്റ്റിയിലും. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിലും നോക്കാൻ പറ്റും. ഈ ബാങ്കിൽ ഇതിൽ ഒരു സ്വിംഗ് ഹൈ എത്തുമ്പോൾ ഇറങ്ങുക, അല്ലെങ്കിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയൊക്കെ ചെയ്യുക ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ. അല്ലെങ്കിൽ SL അക്സെപ്റ്റ് ചെയ്യാം. ഏതായാലും ഞാൻ അവിടുന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സമയം 9:38 ആയിട്ടുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ സ്വിംഗ് ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. പക്ഷേ നിഫ്റ്റിയിലൊരു ലിക്വിഡിറ്റി ഏരിയ മീൻസ് ഇന്നത്തെ 5 മിനിറ്റ്സിലൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല നിഫ്റ്റിയിൽ. ബാങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്വിംഗ് ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വരാം. 2 ഓപ്ഷൻ ഉണ്ട്. കാരണം നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒരു 5 മിനിറ്റ്സ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. കുറച്ചും കൂടി മുകളിലേക്ക് പോരാൻ നിഫ്റ്റിയിലും ക്രിയേറ്റ് ആവുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം.
വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെക്കണോ? ഏതായാലും സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെക്കും ഞാൻ. 630 എൻട്രി, ഇപ്പോൾ ഓൾമോസ്റ്റ് 671 ആയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് പ്രത്യേകിച്ച് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്നല്ലാതെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് പ്രത്യേകിച്ചൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. നിഫ്റ്റി ഒരു 22,350 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്നൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് വേണമെങ്കിൽ നിഫ്റ്റിയിൽ ട്രൈ ചെയ്യാം. ഇനി അല്ല നേരെ താഴേക്ക് തന്നെ അവിടെ നിന്ന് വരികയാണെങ്കിൽ ഈ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട്, ഇതൊരു 1 മിനിറ്റിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയ കേട്ടോ, ഇത് ടാപ്പ് ചെയ്ത് നേരെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം. അതായത് സ്റ്റോപ്പ് ലോസ് ഇനി SL കൊടുക്കണ്ട എന്നുള്ളതാണ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും നന്നാവുക. സമയം 9:39. നമ്മൾ ട്രേഡ് എടുത്തിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നിയർലി 1:3 അടുത്ത് 3 ഇല്ല, ഒരു 100 പോയിൻ്റാണ് നമ്മുടെ ടാർഗറ്റിങ്ങിൽ. 50 പോയിൻറ്റ്സ് റേഞ്ചിൽ മൂവ് ചെയ്തു അല്ലേ മാർക്കറ്റ്. ഓക്കെ, അഗെയിൻ ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. നിഫ്റ്റി മുകളിലേക്ക് പോകുന്നുണ്ട്. നിഫ്റ്റി ആവുന്ന പുതിയതൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. 6,000 5,835 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് 50 പോയിൻ്റ് അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 630 എൻട്രി, 678 എക്സിറ്റ്. 10 മിനിറ്റ് 9:30 എൻട്രി, 9:40 എക്സിറ്റ്. നമ്മളെ പല സ്റ്റുഡൻസും ഇപ്പോൾ പല രീതിയിൽ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ പല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതായിട്ട്. അതായത് ഒരു സിംഗ് ഹൈ എടുക്കുന്ന സമയത്ത് ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓരോരുത്തർ അതാ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ ഇതാണ്, ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇറങ്ങിയത്. നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 22,330 ആ റേഞ്ചിലൊക്കെ. അവിടേക്ക് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഇനി നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. അതായിരിക്കും നന്നാവുക നിഫ്റ്റിയിൽ. കാരണം എന്താ പറയുക, മാർക്കറ്റ് എപ്പോഴും പോകുന്ന സമയത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നുണ്ട്, ചിലപ്പോൾ ഈ ഒരു ട്രേഡ് കിട്ടിയ 50 പോയിൻറ്റ്സ് പോകും. പലപ്പോഴും എനിക്ക് 5,000 പ്രോഫിറ്റ് കാണുമ്പോൾ ഞാൻ ഇറങ്ങാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതേപോലെ പല സ്റ്റുഡൻസും ഇത് കണ്ടിട്ട് സ്ഥിരം ചെയ്യുന്ന ആളുകൾ സമയം 10:44 നമ്മൾ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി. അത് 1:5 ടാർജറ്റ് അടിച്ചിട്ടപ്പോൾ നമ്മുടെ എൻട്രി 630 റേഞ്ചിൽ 9:30. അതിപ്പം 730 റേഞ്ച് വരെ പോയി. 1:5 അടിച്ചു. അത് നമ്മൾ സാധാരണ മാർക്കറ്റ് 1:5 വരാതെ വീണ്ടും താഴേക്ക് വന്ന് പോകുന്നതിനെ കൊണ്ടാണ് അങ്ങനെ ഇറങ്ങി. അതുപോലെ നിഫ്റ്റിയിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ച് നിന്നു. കണ്ടോ, ബാങ്ക് നിഫ്റ്റീൻ്റെ സ്പോട്ട് തീരെ പോകുന്നൊന്നുമില്ല. സ്പോട്ട് ചാർട്ട് കണ്ടോ, തീരെ മൂവ്മെൻ്റ് ഇല്ല. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ നല്ല മൂവ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 100 പോയിൻ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സെയിം ഏരിയയിലാണ് സ്പോട്ടിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഫ്യൂച്ചറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ന് മിക്കവാറും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ ഒരുപാട് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. പക്ഷേ ഒറ്റൊന്നും നമുക്ക് എൻട്രി തരാതെ അങ്ങനെ സ്ട്രൈറ്റ് മുകളിലേക്ക് പോവുക ചെയ്യും. നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ ഏരിയ എത്തിയില്ല. 22,479 അത് അവിടെ എത്താനായി ഇപ്പോൾ മാർക്കറ്റ്. നമുക്ക് ലിക്വിഡിറ്റി ഒന്നും ഞാൻ ആ ബാങ്കിൽ ഇറങ്ങാൻ കാരണം നിഫ്റ്റിയിൽ ചാൻസ് വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്താ ചെയ്യുക, നിഫ്റ്റിയിൽ നമുക്ക് ചാൻസേ കിട്ടിയിട്ടില്ലെന്ന്. അങ്ങനെ സ്ട്രൈറ്റ് മൂവ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അത് പേഷ്യൻസോടെ കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സമയം 10:45. പിന്നെ ഒരു ട്രേഡൊന്നും എടുത്തിട്ടില്ല ഇതുവരെ, ഒരു ട്രേഡും കൺസിഡർ ചെയ്തിട്ടില്ല. സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്. ഏതായാലും നോക്കാം, ഞാൻ ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:12 നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. കാരണം അപ്സൈഡ് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത കറക്റ്റ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് രാവിലെ മുതൽ മാർക്കറ്റ് നമുക്ക് അപ്സൈഡിലേക്ക് എൻട്രി തരാതെ പോയി അപ്സൈഡ് ലിക്വിഡിറ്റി വരെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ എടുത്തില്ല. പക്ഷേ നിഫ്റ്റി അപ്സൈഡ് 22,479 നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് താഴേക്കായിരിക്കും എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ഇനി പുട്ട് ഓപ്ഷൻ റെഡിയാക്കി വെക്കാം. പുട്ട് ഓപ്ഷന് ഒരു അത്യാവശ്യം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ 22,419 വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ പ്രീമിയം 22,500 പ്രീമിയം 121 വരുമായിരിക്കും വിചാരിക്കുക. ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ സമയത്ത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് വരുന്ന അത് ബാങ്ക് നിഫ്റ്റി അല്ലേ. ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ എടുത്തില്ല, മുകളിൽ പോകാറില്ല. ഏതായാലും നിഫ്റ്റിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്ന സ്ഥിതിക്ക് നിഫ്റ്റി നമുക്ക് ട്രൈ ചെയ്യാം. നിഫ്റ്റി കുറച്ചും കൂടെ ഒരു 10-20 പോയിൻ്റ് കൂടെ മുകളിൽ വന്നാൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നോക്കാം നമുക്ക്. പക്ഷേ മാർക്കറ്റിന് സ്ട്രൈറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഒരുപാട് താഴെ നിന്ന് പിന്നെ എൻട്രി കിട്ടിയാൽ പിന്നെ ഞാൻ എടുക്കുന്നുമില്ല. കാരണം നമ്മുടെ ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കില്ല. മാർക്കറ്റ് താഴേക്ക് തന്നെ വരിക. ടോപ്പിൽ നിന്ന് നമുക്ക് ഞാൻ വിചാരിച്ചൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് ഫ്യൂച്ചർ ചാർട്ടിൽ. പക്ഷേ അതിലൊന്നും തന്നിട്ടില്ല. പക്ഷേ ഫ്യൂച്ചർ നോക്കണം, ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. രണ്ടിലുണ്ട്, ഫ്യൂച്ചറിലും സ്പോട്ടിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഏരിയകളുണ്ട്. അതിലാണ് നോക്കട്ടെ. ഏതായാലും സ്പോട്ടിനനുസരിച്ച് എടുക്കാം നമുക്ക്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരികയാണെങ്കിൽ പറയാം.
മാർക്കറ്റ് അതാ സ്ട്രൈറ്റ് അതാ താഴേക്ക് വരുന്നത് എൻട്രി തരാതെ. ഫ്യൂച്ചർ ചാർട്ടിൽ കുറച്ചും കൂടി താഴേക്കാണ് ലിക്വിഡിറ്റി, പക്ഷേ സ്പോട്ട് അനുസരിച്ച് തന്നെ നോക്കാം നമുക്ക്. ഇപ്പോൾ 130 എൻട്രി വന്നിട്ട് നമുക്ക് ടാർഗറ്റിലേക്ക് വലിയ ഡിസ്റ്റൻസ് ഇല്ല അവിടുന്ന്. ഇല്ല, ഞാനതായാലും ഫ്യൂച്ചർ അനുസരിച്ച് ചെയ്യുന്നില്ല, സ്പോട്ട് തന്നെ വരട്ടെ, എന്നാലും നമുക്കൊരു ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും. സമയം 11:31 നമ്മുടെ ആ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് എൻട്രി തന്നിട്ടില്ല. എൻട്രി തരുന്ന വെച്ചാൽ മാർക്കറ്റ് തൊട്ടടുത്തുനിന്നാണ് എൻട്രി തരുന്നത്, അതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അപ്പ് സൈഡും ഡൗൺ സൈഡും ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാ ചാൻസ് വരുന്നതനുസരിച്ച്. ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാനും വയ്യ, മുകളിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. സമയം 11:57 ആയിട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു എന്താ പറയുക, ഒരു അഗ്രസീവ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സമയം 11:53. അത് ഞാൻ പറഞ്ഞു, ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പ് സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒക്കെ തൊട്ടടുത്താണ്. വേണമെങ്കിൽ നമുക്ക് ട്രേഡിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യാം, വേണമെങ്കിൽ ട്രേഡ്, കാരണം ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ല. ഇതിപ്പോൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് താഴെ ഒരു സിംഗ്ലോൻ്റെ അവിടെ അപ്പ് സൈഡിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഏരിയ ആണ്. അപ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും ടാർഗറ്റിലേക്ക് വരിക, മീൻസ് ആ ഒരു സിംഗ്ലോ എത്തുകയാണെങ്കിൽ. കാരണം അവിടുന്ന് അപ്പ് സൈഡിലേക്കും ചാൻസ് ഉണ്ട്. ചെറിയ പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ. ട്രേഡ് എടുത്തിട്ട് കുറച്ച് നേരമായി, 11:53 എടുത്താണ്, 5 മിനിറ്റായി. ഈ ഒരു ക്യാൻഡിലെടുത്ത് 52 അടുത്ത് 52 52 നമുക്ക് എൻട്രി വന്നത്. അതിൽ 337 പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത 419 ഉണ്ടല്ലോ, 22,419 റേഞ്ച്, അത് ടാപ്പ് ചെയ്തുകൊണ്ട് അപ്പ് സൈഡിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ഇപ്പോൾ 22,444 ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്കുണ്ട്. രണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തൊട്ടടുത്താണ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധികം ചാൻസ് പൊതുവേ മാറി നിൽക്കാറാണ് മതി. പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു സ്കാൽപ്പിംഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സിംഗ്ലോ കട്ട് ചെയ്യുമ്പോൾ ഇറങ്ങാം. ഇനിയിപ്പോൾ അഥവാ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ സെൽ അടിക്കുകയാണെങ്കിൽ അത് സെൽ അടിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ ദിവസം. കാരണം തൊട്ടടുത്ത് തന്നെ ലിക്വിഡിറ്റി അപ്പ് സൈഡും ഡൗൺ സൈഡും ഉണ്ടായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒഴിവായി നാളെ നല്ല ഫ്രഷ് അവസരം ഉണ്ടാകുന്ന സമയത്ത് നോക്കാം. നമുക്ക് ഇന്ന് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് നിഫ്റ്റി അത്യാവശ്യം നല്ല മൂവ്മെൻറ്റം തന്നു അല്ലേ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടിയില്ല, എൻട്രി കിട്ടിയില്ല. അതുപോലെ അപ്പ് സൈഡ് ടാപ്പ് ചെയ്തിട്ട് നേരെ താഴേക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് രാവിലെ ഞാൻ പറഞ്ഞ 9 മണിക്ക് ഞാൻ പറഞ്ഞ എക്സാക്ട്ലി ഏരിയയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ 2 എൻട്രിയും കിട്ടിയില്ല എന്നുള്ളതാണ് നിഫ്റ്റിയിൽ. അത്രയും വലിയ റാലി ഉള്ള എൻട്രി നമുക്ക് കിട്ടിയില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് എൻട്രി കിട്ടൂല. എൻട്രി കിട്ടിയാൽ തന്നെ എക്സൽ അടിച്ചിട്ട് ചിലപ്പോൾ ടാർഗറ്റിലേക്കും പോകും. അങ്ങനെയൊക്കെ നമുക്ക് ഏതായാലും നമുക്ക് ഇമോഷണലി വല്ലാണ്ട് ബാധിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം എസ്എൽ അടിച്ച് കഴിഞ്ഞാലും ടാർഗറ്റ് അടിച്ചാലും സ്റ്റോപ്പ് ചെയ്യാനും മാക്സിമം ബുക്ക് ചെയ്യാനൊക്കെ നോക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കാരണം. ഏതായാലും നോക്കാം നമുക്ക്. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. അധികം ഈ ട്രേഡിൽ നിൽക്കാനും വയ്യ. എസ് എൽ ആണെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. നമ്മൾ എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. സമയം 12 മണി ആയിട്ടുള്ളൂ, നമുക്ക് അധികം സമയമൊന്നും ആയിട്ടില്ല. ബാക്കി നോക്കാം, ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ നോക്കി നോട്ട് ചെയ്ത് വെക്കാം. മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അടുത്ത ദിവസങ്ങളിലേക്ക് വല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഉള്ള സമയങ്ങളാവും അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം പിന്നെയും മാർക്കറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ട്രേഡ് എടുത്തത് കുളമാക്കും അല്ലേ, അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എസ് എൽ അടിച്ചാലും സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ടാർജറ്റ് അടിച്ചാലും സ്റ്റോപ്പ് ചെയ്യും. ടാർജറ്റ് ഒരു സിംഗ്ലോ വെക്കാം നമുക്ക്. ആ സിംഗ്ലോ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഏതാണ് വരുന്നത് നോക്കാം നമുക്ക്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 12:08 ആയിട്ടുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ ആ സിംഗ്ലോ ഏരിയയിൽ എത്താനായിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ അവിടെ ടച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. 5000 പ്രോഫിറ്റ് ആ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. എടുത്തിട്ടില്ല. പക്ഷേ ബാങ്കിൽ നല്ലൊരു ഇറങ്ങിയല്ലോ പക്ഷേ ബാങ്കിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ അപ്പ് സൈഡ് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ നിഫ്റ്റിയിൽ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള എൻട്രി ഏരിയ ചെയ്യണം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് വെച്ച് ഏരിയ ആ ഒരു ലൈൻ വരച്ചില്ലേ, അവിടെ ടച്ച് ചെയ്യണം. അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ. കാരണം 22,419 എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്കും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അപ്പ് സൈഡിലേക്കും ട്രേഡ് ഓപ്പർച്യൂണിറ്റി 2 ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അതുകൊണ്ട് ഇത് ടാർഗറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ടാർഗറ്റ് ആയിട്ട് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വന്നു. പക്ഷേ ഇനി തിരിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് എസ് എൽ പോകും. എസ് എൽ പോയാൽ ഇന്നത്തെ ദിവസം നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 5-6 പോയിൻറ്റും കൂടെ താഴെ വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. വെയിറ്റ് ചെയ്യാം നോക്കാം. 12:08 ആയിട്ടുള്ളൂ അല്ലേ. 4000 സംതിങ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ട്.
5800. അത് ഓക്കെ, നമ്മുടെ ലെവലിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ടാപ്പ് ചെയ്തില്ല. അപ്പോൾ ടാപ്പ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. 5 അത് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും ട്രേഡിൽ. ഇപ്പോൾ 12.9 എക്സിറ്റ് ചെയ്ത് 2 ട്രേഡ് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഒരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല, പക്ഷേ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. അതും നമുക്ക് തൊട്ടടുത്തൊരു ഹൈ ഉണ്ട്, സിംഗിളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വെറുതെ നമ്മുടെ തീറ്റാടിക്ക് അടിച്ച് പോകാമെന്നല്ലാതെ ഇനിയിപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം ആ ഒരു ട്രേഡിൽ നിന്ന് നല്ല മാറിയിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഞാൻ പറഞ്ഞില്ല 22,419 അടിച്ചുകൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മുകളിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് അവിടെ അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രേഡ് ഇനി ട്രേഡ് ചെയ്യേണ്ട. അതിനും വലിയൊരു ഡിസ്റ്റൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. നമ്മൾ ഈ എൻട്രി 133 എടുത്തു, 147 ഓൾ നിയർലി 15 പോയിന്റ് എടുത്ത്. ഇതും ഹാഫ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി നമുക്ക്. ഓവറോൾ ഇന്ന് 11 പ്രോഫിറ്റ് ഉണ്ട്. മതി, ഇനി നാളത്തെ ദിവസം നോക്കാം. 12:10 ആയിട്ടുള്ളൂ. ഇനിയും അവസരങ്ങൾ നാളെയും നോക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ ബാങ്ക് നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടിന് മാത്രമേ ഒരു താഴേക്കുള്ളൊരു വരവുള്ളൂ. ഫ്യൂച്ചർ അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകാനൊരു പ്രോബിലിറ്റി ഉണ്ട്. ഒരുപാട് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഒരു അപ്സൈഡ് പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങോട്ടാണ് പോകുന്ന പറയാൻ പറ്റില്ല. അന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഭയങ്കര ഡൗൺ ആണ്, അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ വലിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഏതായാലും ഇനിവേ നമുക്ക് എന്തായാലും നാളത്തെ ദിവസം നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക് യു. അപ്പം ഇപ്പോൾ ഈ 2 ദിവസം വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, ബിസി ആയിപ്പോയി 2 ദിവസം. പക്ഷേ ഒരു ദിവസം പ്രോഫിറ്റ്, ഒരു ദിവസം ലോസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓക്കെ, ഇനിവേ താങ്ക് യു, ബൈ.